എനിക്ക് SSLC ഞാൻ ഫുൾ A+ വാങ്ങിയ ഒരാളാണ്. ട്രയലിലോ ഫസ്റ്റിലോ തന്നെ നമുക്ക് സാധാരണ ലിസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ എനിക്ക് ട്രയലിലോ ഫസ്റ്റിലൊന്നും കിട്ടിയില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് +1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡയറക്റ്റ് പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റെക്കോർഡ് സെഷൻ എടുത്തു. അതാകുമ്പോൾ എൻ്റെ സമയം അനുസരിച്ച് എനിക്ക് കാണാം. അപ്പം വാക്കൻസിയിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. ഒരു വാക്കൻസി ഉണ്ട്, ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നൊരു എക്സാം ആയിരുന്നു ഇത്. പക്ഷേ അങ്ങനെയല്ല, ഒരു വാക്കൻസി നമ്മൾ വാക്കൻസി നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പല ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. നമ്മളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുള്ളത്. നമുക്ക് വേണം എന്ന് വെച്ചാൽ നമുക്ക് ആരും ഒന്ന് സ്പൂൺ ഫീഡ് ചെയ്യണ കാലമൊക്കെ കഴിഞ്ഞു. നമുക്ക് ആരും ഒന്നും തരത്തില്ല. നമ്മൾ വേണമെങ്കിൽ നമ്മൾ തന്നെ ഏൺ ചെയ്യണം. എനിക്ക് എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്നതിൽ മെയിൻ പങ്ക് എൻ്റെ അമ്മ മാത്രമാണ്. ഹലോ, എൻ്റെ പേര് സ്വാതി രാജ്. ഞാൻ സിവിൽ ലൈൻസിലെ 2025 ഫെബ്രുവരി ഓവർസിയർ ഡയറക്ട് ബാച്ച് ആയിരുന്നു. ഞാനിപ്പോൾ ISROയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ നടത്തിയ എക്സാം ക്വാളിഫൈ ആയി. അതിലിപ്പോൾ ഫസ്റ്റ് റാങ്ക് എനിക്കാണ് കിട്ടിയേക്കുന്നത്. ഞാൻ SSLC 2017 ബാച്ച് ആയിരുന്നു. SSLC കഴിഞ്ഞു. അതിനുശേഷം ഞാൻ +1 +2 ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് +1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പോളിയിൽ അഡ്മിഷന് കൊടുത്തു. പക്ഷേ അന്ന് സ്മാർട്ട് ഫോണൊന്നും എൻ്റെ വീട്ടിലും എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് +1 അഡ്മിഷൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് എനിക്ക് അന്ന് ഞാൻ അപ്ലൈ ചെയ്ത അക്ഷയയിൽ നിന്നൊന്നും പറഞ്ഞു തരാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ പോളിയിൽ അഡ്മിഷൻ എടുത്തു. അവിടെ നിന്ന് കിട്ടിയ സ്ലിപ്പ് വാങ്ങി വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നു. എനിക്ക് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് ട്രയലിൽ കിട്ടിയില്ല, ഫസ്റ്റിൽ കിട്ടില്ല. കാരണം എനിക്ക് SSLC ഞാൻ ഫുൾ A+ വാങ്ങിയ ഒരാളാണ്. അപ്പോൾ ട്രയലിലോ ഫസ്റ്റിലോ തന്നെ നമുക്ക് സാധാരണ ലിസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ എനിക്ക് ട്രയലിലോ ഫസ്റ്റിലൊന്നും കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു, എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പോയി കോളേജിൽ പോയി അന്വേഷിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അതായത് നമ്മൾ അടുത്തുള്ളൊരു പോളിടെക്നിക്കിൽ ചെറിയൊരു ഫീസൊക്കെ അടയ്ക്കണം. അതൊന്നും ഞാനത് അവെയർ അല്ലായിരുന്നു, എനിക്കതിനെപ്പറ്റി ആരും അറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ആ ഒരു ഇയർ പോയി എന്ന് ഞാൻ വിചാരിച്ചു. കാരണം വേറൊന്നും പഠിക്കാനായിട്ട് എനിക്കറിയത്തില്ല. അങ്ങനെയാണ് ആ പോളിയിലുള്ള 2-3 ഫാക്കൽറ്റീസ് പറഞ്ഞു, ഇങ്ങനെ ITയിൽ സിവിലിൻ്റെ തന്നെ വേറൊരു കോഴ്സുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. അപ്പോൾ അത് പോയി ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ സർവേയർ ഉണ്ട്, അതിലേതാണോ ഓക്കെ ആ ഒരു കോഴ്സ് പോയി പഠിച്ചതിന് ശേഷം നമുക്ക് 2 വർഷത്തിന് ശേഷം പോളിയിൽ തന്നെ വീണ്ടും അഡ്മിഷൻ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ITയിൽ പോയി. ചാക്ക് ITയിൽ അഡ്മിഷൻ അപ്ലൈ ചെയ്തു. അവിടെ എനിക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടി. ഞാൻ സർവേയർ ട്രേഡ് പഠിക്കാൻ വേണ്ടി പോയി. സർവേയർ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് അത് 2 ഇയർ കോഴ്സാണെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷേ സിവിലും അതേ സമയത്ത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലും 2 ഇയർ ആണ്. അപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ IT അവിടെ ചാക്ക് ITയിൽ, ഗവൺമെൻറ് ചാക്ക് ITയിൽ ഞാൻ 2 ഇയർ IT കഴിഞ്ഞു. ഞങ്ങൾ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു സമയത്തായിരുന്നു ഈ കൊറോണ വന്നത്. അപ്പോൾ ITയിലെ ആ ഒരു ലാസ്റ്റ് എക്സാം നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടാണ് നടന്നത്. അപ്പോൾ അതേ സമയത്ത് ഈ പോളിയിൽ ലാറ്ററൽ എൻട്രി സെക്കൻഡ് ഇയറോട്ട് കയറേണ്ട അഡ്മിഷൻ ആ സമയത്തായിരുന്നു. അപ്പോൾ ഈ IT ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയതുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ലാറ്ററൽ എൻട്രി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ സമയത്ത് അതിനുശേഷം ഒരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എക്സാം നടന്നത്. അപ്പോൾ പിന്നെ പോളിയിൽ ഡയറക്റ്റ് ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് അവിടെ പോളിയിൽ കിട്ടി. സെൻട്രൽ പോളിടെക്നിക് കോളേജ് വട്ടിയൂർക്കാവിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ വീണ്ടും ഫസ്റ്റ് ഇയർ തൊട്ട് പഠിച്ചു. സെക്കൻഡ് ഇയറോട്ട് കയറണമെന്ന് വെച്ചാൽ ഞാൻ പോയത്. പക്ഷേ സെക്കൻഡ് ഇയറോട്ട് കയറാൻ പറ്റിയില്ല. ലാറ്ററൽ എൻട്രി ആ ഒരു കൊറോണ ഇഷ്യൂ കാരണം നടന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറോട്ട് കയറി സെൻട്രൽ പോളിടെക്നിക്കിൽ 3 ഇയർ പഠിച്ചു. 2023 ജൂണിൽ ഞാൻ പാസ് ഔട്ടായി. ജൂലൈയിൽ 2023 ജൂലൈയിൽ തന്നെ നമ്മുടെ സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ലാബ് സ്റ്റാഫായിട്ട്, ട്രേഡ്സ്മാനായിട്ട് ഞാൻ അവിടെ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അവിടെ ട്രേഡ്സ്മാനായിട്ട് വർക്ക് ചെയ്തു. ഈ ലാസ്റ്റ് ഒരു 6 മന്ത്സ് മുന്നേ ആ ഒരു പോസ്റ്റിലോട്ട് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ അപ്രൻറ്റീസായിട്ട് കയറി. അതുപോലെ അവിടെ ഈവനിങ് ബാച്ച് ഉണ്ട്. കഴിഞ്ഞ 1 വർഷത്തിന് മുന്നേ അവിടെ ഈവനിങ് ബാച്ച്, ഡിപ്ലോമ വർക്കിംഗ് പ്രൊഫഷണൽസിനായിട്ട് ഒരു ബാച്ച് തുടങ്ങി. അവിടെ ഞാൻ ഈവനിങ് ട്രേഡ്സ്മാനായിട്ട് തന്നെയാണ് ജോലി ചെയ്യണത്. അതിപ്പോൾ നമ്മൾ ജനറലി ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് സിവിലിയൻസ് എന്നുള്ള പേര് കേൾക്കാത്ത ആരും പൊതുവെ കാണത്തില്ല എന്നാണ്. കാരണം ഞാൻ IT പഠിക്കുന്ന സമയത്ത് ഞാൻ സിവിലിയൻസിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഓരോ പോസ്റ്റേഴ്സ് കാണുകയും അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ സിവിലിയൻസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ പോളിയിൽ കയറിയപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ട് PSC പഠിക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും സിവിലിയൻസിൽ ജോയിൻ ചെയ്തിട്ടൊന്നുമില്ല. അതിനുശേഷം 23ക്ക് ശേഷം ഞാനൊരു 23 ലാസ്റ്റ് മന്തൊക്കെ ആ ഒരു നവംബർ-ഡിസംബർ സമയമായപ്പോഴാണ് എൻ്റെ ഒരു ഫാക്കൽറ്റി ഒക്കെ പറഞ്ഞ് PSC ഒക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, സിവിലിയൻസിലെ റെക്കോർഡ് സെഷൻ എടുത്തു. അങ്ങനെ റെക്കോർഡ് സെഷൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്
പിന്നെ ജോലിയുടെ കാര്യം 2 ഷിഫ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് റെക്കോർഡ് സെഷൻ എനിക്ക് അതായിരുന്നു യൂസ്ഫുൾ. ഡയറക്റ്റ് പോയി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ജോലി ഉള്ളത് കൊണ്ട് എനിക്ക് അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ റെക്കോർഡ് സെഷൻ എടുത്തു. അതാകുമ്പോൾ എൻ്റെ സമയം അനുസരിച്ച് എനിക്ക് കാണാം, പഠിക്കാം. അങ്ങനെ ഞാൻ ആ ഒരു പാറ്റേണിൽ പൊക്കോണ്ടിരുന്നപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് തന്നെ ഈ ജോലിയുടെ കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അത് ബ്രേക്ക് ആയിപ്പോയി. വീണ്ടും ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ കുഴപ്പമില്ലാതെ ഇങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പോളിയിലുള്ള ആ ഒരു കോൺട്രാക്ട് പീരീഡ് അവസാനിച്ചത്. മാർച്ചിൽ അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഫെബ്രുവരിയിൽ ഇവിടുത്തെ 2025 ഡയറക്റ്റ് ബാച്ചിൽ ഞാനിവിടെ ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്തിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ കോൺട്രാക്റ്റ് വീണ്ടും പോളിയിലുള്ളത് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് എനിക്കിവിടെ പ്രോപ്പറായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇവിടെ മെയിനായിട്ട് ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യം, ഇവിടെ വീക്കെൻഡ്സിൽ നമുക്കിവിടെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും. ആ ഒരു ഒരു ടെസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് എല്ലാ വീക്കെൻഡ്സിലും ഞാൻ വന്ന് അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവിടെ കോളേജിൽ ചിലപ്പോൾ അത് വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് തേഴ്സ്ഡേയോ ഫ്രൈഡേയോ ഒക്കെ നടത്തുന്ന ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഞാൻ അവിടെ ലീവ് എടുത്തിട്ടായാലും ഇവിടെ വന്ന് ഞാൻ ആ മോക്ക് ടെസ്റ്റ് ഒന്നുപോലും ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതെനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയത് അതാണ്. ഞാനിവിടെ പോളിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് PSC എക്സാം എഴുതിയത്. അന്ന് ജസ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന ആ ഒരു സിവിൽ സബ്ജക്ട്സും നമ്മൾ ഈ PSCയും തമ്മിൽ നല്ല എൻറ്റയർലി ഭയങ്കര കംപ്ലീറ്റ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒരുപാട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ ഈ സബ്ജക്റ്റായിട്ട് ഡിപ്ലോമ പഠിക്കുന്നതും നമ്മുടെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് PSC എക്സാമും ഭയങ്കര ഡിഫറെൻറ്റാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സാം എഴുതി. എനിക്ക് തോന്നുന്നു അന്ന് എനിക്കൊരു 29 സംതിങ് മാർക്ക് എന്തോണ് കിട്ടിയിട്ടുള്ളത്. അത് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് ഓക്കെ, അത് നോർമലി അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ വീണ്ടും ഓരോ എക്സാംസ് വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു. പഠിക്കുകയൊന്നുമില്ല, വെറുതെ നമ്മൾ അറിയാവുന്ന എന്തൊക്കെയാണോ ഒരു PSC എക്സാം എങ്ങനെ എഴുതണം എന്ന രീതിയിൽ ഞാൻ പോയി എക്സാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. ഒരുപാട് മാർക്കൊന്നും കിട്ടാറില്ല, 30, 35 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് എനിക്ക് PSC കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ റെക്കോർഡ് സെഷൻ കണ്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ചായിട്ട് അത് പഠിച്ചു തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ അതിന് ശേഷം 2 എക്സാം എഴുതിയപ്പോൾ എനിക്ക് അതിൽ നന്നായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു 30 എന്നുള്ളതിൽ നിന്ന് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയി ഒരു 45 റേഞ്ചിലൊക്കെ എൻ്റെ മാർക്ക് പോയി. പിന്നെ അതിനുശേഷം ഞാനിവിടെ റെഗുലറിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഈ അസസ്മെൻറ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് ഞാൻ ഇവിടെ നടത്തുന്ന അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഞാനൊരു ഫസ്റ്റ് 10 റാങ്കിൻ്റെ അകത്ത് എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്തത് എനിക്ക് PSC എക്സാംസിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു. അതായത് ഞാൻ 29 എന്നുള്ളൊരു മാർക്കിൽ നിന്ന് ഞാൻ അതിനുശേഷം 67 മാർക്കിലോട്ട് എത്തി. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ എഴുതിയ ഒരു എക്സാമിന് എനിക്കൊരു 77 മാർക്ക് വരെ PSC ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലിസ്റ്റിലൊന്നും ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ മാർക്ക് നന്നായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു ട്രേഡ്സ്മാൻ്റെ ഒരു എക്സാം നമുക്ക് ഒരു 4-5-6 മാസത്തിന് മുന്നേ ഒരു ട്രേഡ്സ്മാൻ്റെ എക്സാം വന്നിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിവിലിയൻസിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാനിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ട്രേഡ്സ്മാൻ എക്സാം എഴുതി. എനിക്ക് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കുണ്ട്, ഒരു 75 എബോ എനിക്കൊരു മാർക്ക് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ആ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് ഈ NRSC ഞാൻ ഇപ്പോൾ എഴുതിയ ISROയുടെ എക്സാമിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഈ ISROയുടെ എക്സാം ഇതെൻ്റെ 2ാമത്തെ ISROയുടെ എക്സാമാണ്. ഞാൻ ആദ്യം ISROയുടെ HSFC എന്ന് പറയുന്ന ഒരു എക്സാമാണ് എഴുതിയത്. അത് ഞങ്ങൾ ഇവിടെ അത് എനിക്ക് തോന്നുന്നു 2 വേക്കൻസി ആയിരുന്നു. അതായത് 2 വേക്കൻസി, അതിനൊരു റിസർവേഷൻ ഉണ്ടായിരുന്നു. അതായത് OBC 2 വേക്കൻസി, അല്ലാതെ അൺറിസർവ്ഡ് ഒരു വേക്കൻസി, വേറൊരു കാറ്റഗറി ഒരു വേക്കൻസി, അങ്ങനെ ഒരു 4 വേക്കൻസിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊരു 3 വേക്കൻസിയാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു എക്സാം 3 വേക്കൻസി ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു ISROയുടെ ട്രാൻസ്മാൻ്റെ എക്സാമാണ്. അങ്ങനെ ഞാൻ അത് എഴുതി. ഞാനത് ഇവിടെ ക്വാളിഫൈ ആയതിനു ശേഷം അതിൻ്റെ സ്കിൽ ടെസ്റ്റ് എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. ആ ബാംഗ്ലൂരിൽ പോയി ഞാൻ സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അത് ഞാൻ പാസ്സായി. ഞാൻ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റ് 3-ലാണ് കിടന്നത്. അങ്ങനെ 3-ലായിപ്പോയി. അപ്പോൾ അത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ISROയുടെ എക്സാം ആദ്യമായിട്ട് എഴുതി ബാംഗ്ലൂർ വരെ പോയിട്ടും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം വെയിറ്റിംഗ് ലിസ്റ്റ് 3 ആയതുകൊണ്ട് എന്തെങ്കിലും അത് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ നമ്മുടെ ഈ ഒരു ലിസ്റ്റിന്. അപ്പം ഈ ഒരു സെപ്റ്റംബർ ആകുമ്പോൾ അതിൻ്റെ വാലിഡിറ്റി കഴിയും. അപ്പം അത് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് ഭയങ്കര വിഷമത്തിലൊക്കെ ഇരുന്നപ്പോഴാണ് ഈ ഒരു കഴിഞ്ഞ നവംബറിൽ നമ്മുടെ ISROയുടെ വേറൊരു NRSC എന്ന് പറയുന്ന ഒരു വിങ്ങിൻ്റെ
നോട്ടിഫിക്കേഷൻ വന്നു, ഞാനത് അപ്ലൈ ചെയ്തു. അത് ഒരു വേക്കൻസി ഉള്ളായിരുന്നു. അത് ഞാൻ സത്യമായിട്ട് അപ്ലൈ ചെയ്യത്തില്ലായിരുന്നു, കാരണം ഈ ഒരു 3 വേക്കൻസിക്ക് പോയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഒരു വേക്കൻസി കിട്ടൂല എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാനായിട്ട് എനിക്ക് ബാക്ക് ബോണായിട്ട് ഇന്ന് കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ അമ്മയാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഒരു എക്സാമിന് എന്തായാലും ട്രാൻസ്മാൻ ആണല്ലോ, എഴുതാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത ഒരു വേക്കൻസി ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എഴുതാമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തു. അതുപോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട 1-2 ആൾക്കാരുണ്ട്. ഉണ്ണി, എൻ്റെ സ്റ്റുഡൻറ്റ് രേവതി, അങ്ങനെ 2-3 ആൾക്കാരുണ്ട്. അവരൊക്കെ രേവതിയൊക്കെ എന്നെ എപ്പോഴും വിളിച്ചിട്ട് ചേച്ചി പഠിക്കണം, ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു. അതുപോലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഉണ്ണി. അവനും എന്നെ എപ്പോഴും വിളിച്ചിട്ട് നിനക്ക് പറ്റും, നിനക്ക് എന്തുകൊണ്ട് പറ്റൂല, നീ പോളിയിൽ ഇത്ര നന്നായിട്ട് പഠിച്ച് നിനക്ക് എന്തുകൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അവരൊക്കെ ഒരുപാട് ബാക്ക് ബോണായിട്ട് ഒരുപാട് പേര് എനിക്ക് നിന്നിട്ടുണ്ട്. അവരൊക്കെ കാരണമാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയത്. അങ്ങനെ ഞാൻ ഈ ISROയുടെ എക്സാം എഴുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു NRSC എടുത്ത് വന്നു. ഞാൻ അപ്ലൈ ചെയ്തു. നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം എക്സാം ജാനുവരിയിലായിരുന്നു. കാരണം നവംബർ ലാസ്റ്റ് വരെ എന്തോ ഇത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടായിരുന്നു. ഡിസംബർ 1 മാസമാണ് നമുക്ക് കറക്റ്റ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രേഡ്സ്മാൻ്റെ ഓൾറെഡി നമ്മുടെ സിവിലിയൻസ് ഉള്ള നോട്ട്സും ഞാൻ വേറൊരു ബുക്ക് റെഫർ ചെയ്തിട്ടില്ല ഇതുവരെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ സിവിലിയൻസിൻ്റെ ഹാൻഡ് റിട്ടേൺ നോട്ട്സും MCQ മാത്രമാണ് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ആ MCQ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു. അപ്പോൾ ഇത് വെച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തു. ട്രേഡ്സ്മാന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് NRSC കുറച്ച് നല്ല ഈസി ആയിരുന്നു. കാരണം നമ്മുടെ ഈ NRSCയുടെ സിലബസ് എന്ന് പറഞ്ഞത് തീരെ പാടുള്ളതല്ല. നമ്മുടെ ഒരു ഓവർസിയർ ഗ്രേഡ് 2, 3 ലെവലൊക്കെ ആയിരുന്നു. ആ ഒരു സിലബസും നമ്മുടെ കേരള PSCയുടെ സിലബസ് ഈ NRSC തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ NRSCക്കും ആ ഒരു ഡിസംബർ ത്രൂ ഔട്ട് ഞാൻ ആ ഒരു ഡിസംബറിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ജനുവരി 2 ഇതിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മുടെ ഫസ്റ്റ് ഞാൻ എഴുതിയ ISROനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പാടായിരുന്നു എക്സാം. കാരണം ആ ഒരു എക്സാം എനിക്ക് അത്യാവശ്യം നല്ല ഈസി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പം പാടായതുകൊണ്ട് ഞാൻ വിചാരിച്ച അതും കിട്ടത്തില്ല, ഇത് പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ച എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒന്നും നോക്കിയിട്ടില്ല. അതിൻ്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും വന്നോ ഇല്ലയോ എന്നൊന്നും ഞാൻ അതൊന്നും ചെക്ക് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫെബ്രുവരിയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഇതേ എക്സാം എഴുതിയ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി ജസ്റ്റ് നോക്കിയപ്പോൾ ആ ഒരു 10 പേരെ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ എക്സാമിന് ക്വാളിഫൈ ഒരു 10 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ റോൾ നമ്പറും ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയതാണ്. എന്ന് വെച്ചാൽ എക്സാം കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ ഓക്കെ. പിന്നെ അടുത്ത എന്നെ വീണ്ടും കൺഫ്യൂസ് ആക്കിയത് ഇനി ഒരു വേക്കൻസിയാണ്. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത സെക്കൻഡ് ഫേസ് ഉണ്ട്. നമുക്ക് ഈ ISRO ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് ക്വാളിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ഒരു ഫേസ് എന്ന രീതിയിൽ ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അത് നമുക്ക് വേറെ ഔട്ട് ഓഫ് കേരള ആയിരിക്കും. അതിൻ്റെ എവിടെയാണോ അവരുടെ സെൻറ്റർ അവിടെ നമ്മൾ പോവേണ്ടി വരും. ആദ്യം ബാംഗ്ലൂരായിരുന്നു, ഇപ്പോൾ വിളിച്ച NRSCക്ക് അതിൻ്റെ സെൻറ്റർ ഹൈദരാബാദായിരുന്നു. അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി ഹൈദരാബാദ് വരെ പോകണോ വേണ്ടതെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. ഞാൻ ലാസ്റ്റ് ഞാൻ പോണില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു എക്സാമിന് ഒരു 2 വീക്സ് മുമ്പ് വരെ ഞാൻ പോവില്ല, 2-3 വീക്സ് മുമ്പ് വരെ ഞാൻ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ അമ്മ വന്ന് ഫോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ പോവാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായി. പിന്നെ പോവാം, എന്തായാലും പോവല്ലേ, ഹൈദരാബാദൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പോയത്. ഞാൻ ആ ഒരു സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തില്ല. നമുക്ക് സ്കിൽ ടെസ്റ്റ് കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് HSLCക്ക് ചോദിച്ചത് ചെന്ന സമയത്ത് നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് 100 അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു RCC സ്റ്റെയർ വരയ്ക്കാനായിരുന്നു. അത് കാരണം ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനിവിടെ പോളിടെക്നിക്കിൽ ട്രേഡ്സ്മാനായിട്ട് ലാബ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ പോളിയിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ ഡ്രോയിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ S3 S5 ഞാനിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെയറാണ് ഈ RCC. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർവേ എന്നുള്ളതായിരുന്നു, ഒരു കോംബോ സർവേ. ഈ കോംബോ സർവേ ഞാൻ അയച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 3-4-5 വർഷമായിട്ട് അതുമായിട്ടൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഒന്ന് അറ്റൻഡ് ചെയ്തു, എഴുതി ഒരുവിധം ഒപ്പിച്ചു. നമുക്ക് പക്ഷേ ഈ സ്കിൽ ടെസ്റ്റിന് നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. ഔട്ട് ഓഫ് 100 ഒരു 40-50 മാർക്ക് എന്തോ മിനിമം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ആവും. കാരണം ഈ ഒരു മാർക്കിന് വേറെ ഇമ്പോർട്ടൻസ് ഇല്ല, നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മതി. നമ്മൾ CBT നമ്മുടെ ഫസ്റ്റ് എക്സാമിന് എഴുതിയത്
ആ ഒരു മാർക്കിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട്. നമ്മുടെ ഈ അതിനുശേഷമുള്ള സെക്കൻഡ് ഫേസ് നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മാർക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. അങ്ങനെ എനിക്ക് അന്ന് നമുക്ക് 40 ആയിരുന്നു മിനിമം, എനിക്ക് അന്നതിൽ 52 ഉണ്ടായിരുന്നു. ഞാൻ അത് ക്വാളിഫൈ ആയി, ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി. ഇപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് കഴിഞ്ഞ അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ തരത്തിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സ്കിൽ ടെസ്റ്റിന് ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തില്ല. കാരണം ഇനി അത് വരട്ടെ എന്ന രീതിയിലാണ് ഞാൻ പോയത്. അങ്ങനെ ചെന്നപ്പോൾ എനിക്ക് അവിടെ NRSൽ കിട്ടിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോക്യാഡ് ഡ്രോയിങ് ആയിരുന്നു. എനിക്ക് ഓട്ടോക്യാഡ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ ഓട്ടോക്യാഡ് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഓട്ടോക്യാഡിൽ ക്വസ്റ്റ്യൻസ് ഒരു ഡ്രോയിങ് ഉണ്ടായിരുന്നു. അത് എനിക്ക് വരയ്ക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഒരു എസ്റ്റിമേഷൻ ആയിരുന്നു. അത് നമ്മുടെ ഒരു റൂം അവർ കൊണ്ട് കാണിച്ചിട്ട് നമ്മൾ അത് തന്നെ മെഷർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അവർ എന്തൊക്കെ ഐറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഒരു 2-3 സെൻറ്റൻസിൽ അറ്റൻഡ് ചെയ്യണ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെല്ലാം ഞാൻ എഴുതി ഓക്കെ ആയി. ഒരു 2-3 ഡേയ്സ് മുന്നേ അതിൻ്റെ സ്കോർ കാർഡും വന്നിരുന്നു. അതിന് എനിക്ക് ഔട്ട് ഓഫ് 100ൽ 79.5 മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു എക്സാം കഴിഞ്ഞു. എന്നിട്ടും ഈ ഒരു വാക്കൻസി ഉള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ആവുമെന്ന് ഇപ്പം എക്സാം കഴിഞ്ഞിറങ്ങിയപ്പം എനിക്ക് ഈസി ആയതുകൊണ്ട് എനിക്ക് ക്വാളിഫൈ ആവുമെന്നറിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്നെക്കാട്ടി കൂടുതൽ മാർക്ക് ആർക്കെങ്കിലും CBTയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം മാർക്കും ആരും പബ്ലിഷ് ചെയ്യത്തില്ല. നമുക്ക് മാർക്കൊന്നും അറിയാൻ പറ്റില്ല. ഇൻഡിവിജ്വലായിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ മാർക്ക് കാണാൻ പറ്റൂ. അങ്ങനെ കൂടെ വന്നവർക്ക് എത്ര മാർക്കുണ്ടെന്നൊന്നും അറിയില്ല. അങ്ങനെ ഹൈദരാബാദിൽ പോയി സ്കിൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ മാർച്ച് 6 സ്കിൽ ടെസ്റ്റ്, അത് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തായാലും ഒരു വാക്കൻസി ആയതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ ഹോപ്പും കൊടുത്തില്ല. ഞാനങ്ങനെ പിന്നെ മാർച്ച് ലാസ്റ്റ് ഈ റിസൾട്ട് വരുമെന്നിങ്ങനെ നെറ്റിലൊക്കെ കിടക്കണതുകൊണ്ട് എൻ്റെ ഈ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് റിസൾട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, അടുപ്പിച്ചൊരു റിസൾട്ട് പറഞ്ഞൊരു 2 ഡേയ്സ് മുന്നേ തൊട്ട് ഞാനിങ്ങനെ സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു റിസൾട്ട് വന്നോന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇതുപോലെ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വൈകിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിരുന്ന സമയത്ത് റിസൾട്ട് വന്നോന്നൊന്ന് വെറുതെ നോക്കിയപ്പോൾ റിസൾട്ട് പബ്ലിഷായി. അതിൽ റിസൾട്ട് PDF ഓപ്പൺ ആവുന്ന ആ ഒരു 2-3 സെക്കൻഡ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു. അതിൽ സെലക്റ്റഡ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിൽ എൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആദ്യം സന്തോഷമാണോ സങ്കടമാണോ ഒരു എന്തോ വികാരമാണെന്ന് പോലും മനസ്സിലാവേണ്ട ഞാൻ അങ്ങനെ കുറച്ചു നേരം സ്റ്റക്കായി അവിടെ നിന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇരുന്ന സ്ഥലത്തുനിന്ന് എണീറ്റു, പിന്നെ ഇരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. പിന്നെ ഞാൻ ഉടനെ അമ്മയെ വിളിച്ചു. ഞാൻ CPTയിൽ പഠിക്കുമ്പോൾ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച് ഞാൻ അവരോട് വർക്കും ചെയ്തിട്ടുണ്ട്, അഖിൽ സാറും ഇന്ദുജ മിസ്സും. ഞാൻ അമ്മയെ വിളിച്ച് കഴിഞ്ഞ ഉടനെ നേരെ വിളിച്ചത് അവരെ 2 പേരെയാണ്. അങ്ങനെ അവരെ 2 പേരെ ഞാൻ വിളിച്ചു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ എല്ലാവരും ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഞാനാണ് സെലക്റ്റഡ് ആയതെന്ന്. അങ്ങനെ ഇനി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററും കൂടെ വരാനുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പോസ്റ്റിംഗ് മിക്കവാറും ഹൈദരാബാദിൽ തന്നെയായിരിക്കും. ഇനി ആ ഒരു പ്രൊസീജിയർ കൂടെ കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്യുന്നു. നമുക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് ഒരു പ്രാവശ്യമൊക്കെ വരൂ എന്ന് പറയുന്നതിൽ ഞാനിപ്പം വിശ്വസിക്കുന്നുണ്ട്. കാരണം ആ ഒരൊറ്റ വാക്കൻസിയിൽ ഞാൻ പോവാതിരുന്നെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. അതിപ്പോൾ വേറൊരു കുട്ടിക്ക് അത് സ്വാഭാവികമായിട്ട് കിട്ടിയേനെ. അപ്പോൾ ഈ സ്കിൽ ടെസ്റ്റ് ചിലപ്പോൾ ഒരുപക്ഷെ എന്നെയും കാട്ടി CBTയിൽ മാർക്കുള്ള കുട്ടികൾ കാണുമായിരിക്കാം. അവർ ചിലപ്പോൾ സ്കിൽ ടെസ്റ്റിന് ഒന്ന് ഫെയിലായ കുട്ടികളും ഉണ്ട്. കാരണം കഴിഞ്ഞ ബാംഗ്ലൂർ അതുപോലൊരു കുട്ടിയുണ്ട്. ഈ ഒരു എക്സാമിന് പോയപ്പോഴാണ് ആ കുട്ടി ഒരു കാര്യം പറഞ്ഞത്. അതിന് റിട്ടേൺ ടെസ്റ്റിന് നല്ല മാർക്കുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി സ്കിൽ ടെസ്റ്റിന് ഒന്ന് ഫെയിലായിപ്പോയി. അതുപോലെ ഈ റിട്ടേൺ ടെസ്റ്റിൻ്റെ മാർക്ക് ഉള്ള കുട്ടികൾ സ്കിൽ ടെസ്റ്റ് ചിലപ്പോൾ ക്വാളിഫൈ ആവണമെന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. ചിലപ്പോൾ ആ കുട്ടി തന്നെ അങ്ങനെ ആരെങ്കിലും കാണുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു സമയത്ത് അങ്ങ് പോയി. ആ ഒരു വാക്കൻസിക്ക് പോകണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഇങ്ങനെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ഫോഴ്സ് ചെയ്താണ് ഞാൻ ആ ഒരു വാക്കൻസിയിൽ എക്സാം എഴുതി. കിട്ടി, സന്തോഷം. പിന്നെ ഈ നമ്മുടെ മെയിനായിട്ട് കണ്ടുവന്ന ഒരു ഫാക്ടറാണ് നമുക്ക് ഇപ്പോൾ വാക്കൻസിയുടെ എണ്ണം വെച്ചിട്ട് ഓരോരുത്തർ എക്സാംസിന് അപ്ലൈ ചെയ്യണ ഒരു പ്രവണത നോർമലി ഇപ്പോൾ ഉള്ളതാണ്. അപ്പം ഞാനും ആ ഒരു ക്രൈറ്റീരിയയിൽ പെടുന്ന ഒരാളായിരുന്നു. ഒരു വാക്കൻസി ഉണ്ട് ഞാൻ അപ്ലൈ ചെയ്യാതിരുന്നൊരു എക്സാം ആയിരുന്നു ഇത്. പക്ഷേ അങ്ങനെയല്ല, ഒരു നമ്മൾ വാക്കൻസി നോക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം വാക്കൻസിയിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും.
അതുപോലെ വേറെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഈ ഐ ടി ഒരുപാട് പേര് ഈ സത്യം പറഞ്ഞാൽ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് പണ്ട് മുതലേ ഈ ഐ കണ്ടുവന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഞാൻ ആ ഐ അഡ്മിഷൻ എടുക്കാൻ ചെന്ന സമയത്തും അവിടെ ഇരുന്ന ആ ഒരു പാനലിലിരുന്ന അഡ്മിഷൻ്റെ ആ ഒരു പാനലിലിരുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് SLC ഫുൾ A+ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് അവിടെ ഇരുന്നവരോട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ എനിക്ക് ഐ ടി പോകുന്നൊരു പ്ലാനിങ്ങേ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു ലൈഫ് മാറ്റിമറിച്ചത് ഐ ആണ്. അങ്ങനെ ഇപ്പോൾ ഐ പോകുന്ന കുട്ടികൾ, മാർക്കില്ലാത്ത കുട്ടികൾ അങ്ങനെ ഒന്നും ആരും വിചാരിക്കേണ്ട. കാരണം നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് തന്നെ കിട്ടും. ഞാനിപ്പോൾ ഐ പോയത് കൊണ്ടാണ്, ക്വാളിഫിക്കേഷൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ പോളിടെക്നിക്കിൽ എൻ്റെ ഫസ്റ്റ് ജോലി. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് പ്ലേസ്മെൻ്റ് ആയതാണ്. പക്ഷേ ഞാൻ അതിന് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതേ സമയത്താണ് എനിക്ക് ഒരു മാസം പോലും ഗ്യാപ്പില്ലാണ്ടാണ് എനിക്ക് ഈ പോളിയിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പെർമനൻ്റ് അല്ല, ടെമ്പററി ആണെങ്കിലും എനിക്കൊരു ഗവൺമെൻറ് ജോലിക്ക് പോകുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഞാൻ പോളിടെക്നിക്കിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് സർവീസിൽ ഒരു ഗസ്റ്റായിട്ടാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പവർ മനസ്സിലാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു സുഖം മനസ്സിലാകുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ പ്രൈവറ്റ് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കില്ല. അങ്ങനെ ഫസ്റ്റ് ഞാൻ കയറിയത് ഒരു ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്ക് ഇരുന്ന് നമുക്ക് അങ്ങനെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കും. നമുക്ക് ആ ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇരുന്ന് പഠിക്കും. നമുക്ക് ഇല്ലാത്ത സമയം നമ്മൾ ഉണ്ടാക്കി പഠിക്കും. കാരണം എനിക്ക് 2 ഷിഫ്റ്റൊക്കെ ഇരുന്ന സമയത്ത് എനിക്ക് പഠിക്കാനൊന്നും സമയം നേരെ കിട്ടത്തോലുമില്ല. അപ്പോൾ ഞാൻ 2 ഷിഫ്റ്റുള്ള സമയങ്ങളിൽ ഞാൻ രാവിലെ പഠിക്കുമായിരുന്നു. ഈവനിങ് ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ നേരത്തെ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ടിരുന്ന് പഠിക്കും. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ജോലി അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ടൈം തന്നെയാണ് ഞാനത് യൂട്ടിലൈസ് ചെയ്ത് ഞാൻ പഠിച്ചത്. പിന്നെ ഈ ഐ ടി മാത്രം കഴിഞ്ഞ കുട്ടികൾക്കൊന്നും, കാരണം നമുക്കിപ്പോൾ PSCയിൽ നമ്മുടെ ഈ ഒരു പല എക്സാംസും ഐ ക്വാളിഫിക്കേഷൻ ഉള്ളത് ഇപ്പം ബിടെക്കും ഡിപ്ലോമ എല്ലാവരും എഴുതുന്നുണ്ട്. അപ്പോൾ ഐ കുട്ടികൾ വിചാരിക്കും അവർക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ്, ബിടെക്ക് ഉള്ളവർക്ക് നമുക്ക് അവരെ മറികടക്കാൻ പറ്റില്ല, നമ്മൾക്ക് ഐ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം എനിക്ക് ഐ ഡിപ്ലോമയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ എഴുതിയ എക്സാം ഐ ബേസിക് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റിയത്. ഞാൻ പോളിയിൽ ട്രേഡ്സ്മാനായിട്ട് കയറിയത് എനിക്ക് ഐ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ഡിപ്ലോമേനെയും കാട്ടിയും എൻ്റെ ഈ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കുക ഈ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിക്ക എക്സാംസ് എഴുതുന്നവർക്കറിയാം, നമുക്ക് ഒരു ഫീസ് അടയ്ക്കണം. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 400-500 രൂപ എന്തോ നമ്മളൊരു ഫീസ് അടച്ചാണ് അത് രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീസ് അടയ്ക്കണ കാര്യമായിട്ട് പലരും അത് ചെയ്യാറില്ല. പക്ഷെ അങ്ങനെ നമ്മൾ നോക്കരുത്. ഈ ഒരു ഫീസ് അടച്ച് നമ്മൾ അങ്ങനെ, ഇപ്പോൾ ഞാൻ ഈ ഒരു വേക്കൻസി അല്ലേ, എന്തിനാ വെറുതെ 500 രൂപ കളയണത്, എന്തായാലും കിട്ടൂല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇരുന്ന് ഞാൻ ഇതുപോലെ പറഞ്ഞു, എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ ഫീസ് അടച്ചു, അങ്ങനെ എക്സാം എഴുതിയാണ് കിട്ടിയത്. പക്ഷേ പലരും ഇങ്ങനെ ഫീസ് അടയ്ക്കണ കാര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു എക്സാംസൊക്കെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യണം. അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്തായാലും ഒരു വേക്കൻസി ആണെങ്കിലും അത് നമ്മൾ മര്യാദയ്ക്ക് ശ്രമിച്ചാൽ നമുക്ക് തന്നെ അത് കിട്ടും. ഞാനിപ്പോൾ എഴുതിയ കഴിഞ്ഞൊരു എക്സാം ISROയുടേതാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ISROയുടെ എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നോ അതിൽ ഒരു വേക്കൻസി ഉള്ളത് എനിക്ക് തന്നെ കിട്ടുമെന്നൊന്നും ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് പോലും, ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുമെന്നൊക്കെ. ഞാൻ PSC എഴുതി ഏതെങ്കിലും ഒരു ട്രേഡ്സ്മാനോ ഏതെങ്കിലും ഒരു ചെറിയ ലെവൽ എക്സാമിലെങ്കിലും എങ്ങനെയെങ്കിലും കയറി അങ്ങനെ ഒരു ഗവൺമെൻറ് സർവീസ് കയറണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഒരു ഓവർസിയർ ഗ്രേഡ് 3 അങ്ങനെ ഏറ്റവും താഴത്തെ ഒരു പോസ്റ്റിൽ നിന്നൊക്കെ അങ്ങനെ കേരള PSC ഒക്കെ എഴുതി കയറണം എന്ന് വിചാരിച്ച ഒരാളാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ISROയുടെ എക്സാം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് 2-3 പേരൊക്കെ ഇങ്ങനെ നോട്ടിഫിക്കേഷനൊക്കെ അയച്ചു തന്നു. ഞാൻ അങ്ങനെ കയറി അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ട് അപ്ലൈ ചെയ്തു. പക്ഷേ ഇങ്ങനെ ഒരു ISROയിൽ ഇങ്ങനെ ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ബാംഗ്ലൂർ HSFCയിൽ എനിക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് നമ്മൾക്കൊരു 30 പേരെ, കാരണം 4 വേക്കൻസി ഉള്ളത് കൊണ്ട് 30 പേരെ സെലക്ട് ചെയ്തു ഈ ഓൾ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ആ ഒരു 30 പേരിൽ ഒന്ന് ഞാനായിരുന്നു. അപ്പോൾ അന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ എനിക്കും പറ്റും. കാരണം ഞാൻ ഇതുവരെ കേരള PSCയുടെ ഒരു ലിസ്റ്റിൽ വന്നിട്ടില്ലാത്ത ഒരാൾ ISROയുടെ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു അതെങ്ങനെ വന്നു എന്ന്. പക്ഷേ
എന്തോ ആ ഒരു സമയത്ത് എനിക്ക് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരു 80% എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ കാരണം ആ ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഒരു കോച്ചിങ്ങും ഇല്ലാതെ എഴുതിയ ഒരാളാണെങ്കിൽ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനിവിടെ സിവിലിയൻസിലെ മോക്ക് ടെസ്റ്റും നമ്മുടെ ആ ഒരു ബുക്കും നമ്മുടെ മോക്ക് ടെസ്റ്റിൻ്റെ ബുക്കും ഇവിടുത്തെ അസസ്മെൻറ്റ് ടെസ്റ്റും ഒക്കെ ഞാനിങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് അതിലുള്ള എനിക്ക് തോന്നുന്ന ഒരു 50-60% ക്വസ്റ്റ്യൻസും എനിക്ക് ഇവിടെ സിവിലിയൻസിൽ പഠിച്ചത് തന്നെയാണ് അവിടെ അതിൽ കൂടുതൽ ഒരു 70%ഓളം എനിക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സിവിലിയൻസിലുള്ള ഇത് റെഫർ ചെയ്തുകൊണ്ട് മാത്രം തന്നെയാണ്. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം മെയിനായിട്ട് പറയാനുള്ളത്, ഇത്രയും നാള് ഞാൻ ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ എൻ്റെ അടുത്ത് ഇന്നേ വരെ മിണ്ടിയിട്ടില്ലാത്ത പല ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് മിണ്ടുന്നു, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. എനിക്കറിയാത്ത ഒരുപാട് പേര് ഇങ്ങനെ ഓരോരുത്തർ അവരെ സ്റ്റാറ്റസ് ഉണ്ട് ഇവരെ സ്റ്റാറ്റസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് പേര്, അതായത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സിവിലിയൻസിൽ ഒരു ഇൻട്രാക്ഷൻ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ബ്രൗഷർ ഒരുപാട് പേര്, എൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ബ്രൗഷർ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടു. എന്നുവെച്ചാൽ എനിക്കറിയാത്ത പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് മിണ്ടുന്നു. അത് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. ഞാൻ 2022 തൊട്ട് PSC എക്സാംസ് എഴുതി തുടങ്ങി. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് വെറുതെ പോയി അങ്ങനെ എങ്ങനെയാണ് എക്സാംസ് എന്നൊക്കെ ആ ഒരു പാറ്റേണൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി എഴുതി. പക്ഷെ ഞാൻ റെക്കോർഡ് സെഷൻസ് കണ്ട് പഠിച്ച് പോയി എഴുതി തുടങ്ങിയത് ഒരു 2024 ഏകദേശം 23-24 തൊട്ടാണ്. 23 ലാസ്റ്റ് തൊട്ടൊക്കെയാണ് ഞാൻ എക്സാംസിന് വേണ്ടി പഠിച്ച് ചെറുതായിട്ട്. പക്ഷെ ആദ്യമൊക്കെ പഠിച്ച് നമുക്ക് ഫുൾ കവർ ചെയ്യാണ്ടാണ് ഞാൻ പല എക്സാംസിനും പോയിട്ടുള്ളത്. അതായത് നമുക്ക് സിലബസ് മൊത്തം കവർ ചെയ്യാൻ പറ്റൂല. ഞാൻ എൻ്റെ ഒരു പഠിക്കുന്ന ആ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്കൊരു സമയത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഫുൾ കംപ്ലീറ്റ് സിലബസ് മൊത്തം പഠിക്കാൻ പറ്റാണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അങ്ങനെ പക്ഷെ അത് എൻ്റെ മാത്രം ഫോൾട്ടാണ്. കാരണം ഞാൻ പഠിച്ച് കവർ ചെയ്യാതെ ഞാൻ പോയി എക്സാംസ് എഴുതി കഴിഞ്ഞാൽ കിട്ടൂല. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് തന്നെ എക്സാം എഴുതുന്നു കിട്ടുന്നില്ല, വീണ്ടും എക്സാം എഴുതുന്നു കിട്ടുന്നില്ല, ഒരു ഷോർട്ട് ലിസ്റ്റ് പോലും വരുന്നില്ല. അപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. PSC കിട്ടൂല എന്ന് തന്നെ ഞാൻ വിചാരിച്ച കാര്യമാണ്, എനിക്ക് PSC കിട്ടൂല, ഈ വല്ല ഗൾഫിലോട്ടെങ്ങാനും കയറി പോകാമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഗൾഫിൽ എനിക്ക് മസ്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഓഫർ വന്നു. അപ്പോൾ ഞാൻ കയറി പോകണോ വേണ്ടേ, അങ്ങനെ 2-3 മൈൻഡായിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷെ PSC കിട്ടൂല എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. എന്ന് കിട്ടും, കാരണം പ്രായം ഇങ്ങനെ കൂടി വരെയാണ്. 25 വയസ്സായപ്പോൾ ഒരു 23 വയസ്സ് തൊട്ട് എനിക്ക് ടെൻഷൻ തുടങ്ങി. ഗവൺമെൻറ് ജോലി കിട്ടുമോ എന്നിങ്ങനെ ആ ഒരു 23-24 ഇയേഴ്സിലൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ജോലി കിട്ടുമോ, എനിക്ക് കിട്ടുമോ, അങ്ങനെ ഞാൻ ഒരുപാട് ടെൻഷനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം ഒരു ലിസ്റ്റ് പോലും, കാരണം ഓരോരുത്തർ ചോദിക്കും ഏതെങ്കിലും ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പരിചയമുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നല്ല നാണക്കേടുണ്ടായിരുന്നു. ഒന്നുപോലും കിട്ടിയിട്ടില്ലല്ലോ, പേരിന് പോലും പറയാൻ ഒരു ലിസ്റ്റ് ഇല്ലാതിരുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് ISRD ഒരു ലിസ്റ്റിൽ വന്നു. അപ്പോൾ എനിക്ക് പറയാമല്ലോ ഞാൻ ISRD വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുകയാണെന്ന്. ഞാനൊരു 6-7 മാസം അത് ചോദിക്കുന്നവരത്ത് പിന്നെ അത് പറയുമായിരുന്നു, ISRD വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന്. പിന്നെ അതിനുശേഷം ആണ് പെട്ടെന്നൊരു വലിയൊരു ചേഞ്ച് എൻ്റെ ലൈഫിൽ വന്ന് ഞാനിങ്ങനെ ഒരു മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നത്. ഇതൊന്നും എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളല്ല. പിന്നെ നമ്മൾ ഈ ഒരു ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലർ പറയും അവർക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാനൊരു സ്റ്റഡി പ്ലാൻ ഒന്നും സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്ന ആളല്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ലൈഫ് പാറ്റേണിൽ എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം എനിക്ക് രാവിലെ ജോലിയുണ്ട്, എനിക്ക് നൈറ്റ് 5 to 10 ഈവനിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് അങ്ങനെ കറക്റ്റ് പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ ഒന്നും സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന ആളല്ല. അപ്പം ഇതിന് ശേഷം എനിക്ക് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര്, എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കുട്ടികൾ ടെലഗ്രാമിൽ വന്ന് എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റഡി പ്ലാനിനെ പറ്റിയാണ് മെയിനായിട്ട് ചോദിച്ചത്. പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സ്റ്റഡി പ്ലാൻ ഇല്ല. കാരണം അവർ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം പറഞ്ഞു കൊടുക്കാത്തതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം എൻ്റെ ചിലർക്ക് ഇപ്പം ജോലിക്കൊന്നും പോകാതെ എക്സാംസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ രാവിലെ 5 മണി തൊട്ട് ഇത്ര സമയത്ത് ഇത്ര ടോപ്പിക്സ് തീർക്കണം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷെ എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ ഇവിടെ പോളിടെക്നിക്കിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കൂല. ഞാനിവിടെ പോളിടെക്നിക്കിലും ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് ഞാൻ തന്നെയായിരുന്നു അവിടെ സിവിൽ എഞ്ചിനീയറിംഗ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടോപ്പർ. അപ്പോൾ അപ്പോഴും എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കും എങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഈ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇടുന്ന സമയത്ത് പഠിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ആ ഒരു പഠിത്തം നമ്മൾ PSCയിലോ നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പറ്റൂല എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി.
എല്ലാവരും ചോദിക്കാം പോളിയിൽ ഫസ്റ്റ് ടോപ്പറായിട്ട് നിന്നിട്ട് എന്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പഠിക്കുന്നതും ഈ പഠിക്കുന്നതും രണ്ട് തന്നെയാണ്. നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു കോച്ചിങ്ങോ, നമുക്ക് പ്രോപ്പറായിട്ട്, ചിലർക്ക് കോച്ചിങ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടിയാലേ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് പല എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാനിവിടെ ഇങ്ങനെ ഒരു PSCയുടെ കോച്ചിങ്ങിന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തായാലും കിട്ടും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ ഇത് സിവിലൈൻസിൻ്റെ ബുക്സും നോട്ട്സും ക്ലാസ്സസൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനെ ആ ഒരു പാത്തിൽ കൂടെ വന്നിട്ടാണ് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ടെലഗ്രാമിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കുട്ടികൾ വന്നിട്ട് എന്നോട് സ്റ്റഡി പ്ലാൻ ചോദിച്ചു. എനിക്ക് അങ്ങനെ സ്റ്റഡി പ്ലാൻ ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലായിരുന്നു. ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അവരവരുടെ ടൈം അനുസരിച്ച് നമ്മുടെ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ചിലർക്ക് കുട്ടികളുള്ള ഒരുപാട് എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരിക്ക് ഒരു കൊച്ചൊക്കെ ഉള്ളതാണ്. പക്ഷേ ആ ചേച്ചിക്ക് പഠിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷെ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അതും ഇങ്ങനെ വിഷമം പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റാനുള്ള. പക്ഷെ അതങ്ങനെയല്ല, നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്ക് 24 hours നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂറായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ അരമണിക്കൂർ നമ്മൾ പഠിക്കണത് വേണമെന്ന് വെച്ച് പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന ടൈമിൽ നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് വേണമെന്ന് വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എന്താണോ നമ്മുടെ ഗോൾ അതിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എക്സാംസ് സെലക്റ്റീവായിട്ട് എഴുതരുത്. നമുക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എക്സാം എഴുതണം. അതിപ്പോൾ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നമ്മൾ ആ എക്സാംസ് എന്തായാലും പോയി എഴുതണം. പിന്നെ ഈ ITI പഠിച്ചതുകൊണ്ട് എനിക്ക് എക്സാംസ് ഒന്നും ITI മാത്രമേ എനിക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളൂ, എനിക്ക് വേറെ എക്സാംസ് ഒന്നും എഴുതാൻ പറ്റില്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യം ആയിരിക്കാം ചിലപ്പോൾ ഇത്. ISROയിൽ നമ്മൾ ഈ ഒരു ഡ്രാഫ്റ്റ്സ്മാൻ്റെ പോസ്റ്റ് ബേസിക് ITI അതായത് എല്ലാവർക്കും എഴുതാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷനും BTech ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റും. പക്ഷെ ബേസിക് നമുക്ക് ITI ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു കുട്ടിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ISROയുടെ എക്സാംസ് എഴുതാൻ പറ്റൂ. അത് നമ്മുടെ ഈ ITI കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾ ITI കഴിഞ്ഞ് അത് അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന കുട്ടികളുണ്ട്. മിക്കവരും കണ്ടുവരുന്നൊരു കാര്യമാണ്. ഡിപ്ലോമ കഴിഞ്ഞ് BTechന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഡയറക്റ്റ് BTechന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഈ ITI കഴിഞ്ഞ കുട്ടികൾ എണ്ണത്തിൽ ചിലപ്പോൾ കുറവായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ് നമ്മൾ ഈ ഒരു ISROയുടെ എക്സാം. കാരണം നമുക്ക് ഈ ISROയുടെ ഡ്രാഫ്റ്റ്സ്മാൻ്റെ എക്സാം എഴുതണമെങ്കിൽ നമുക്ക് ബേസിക് ITI ക്വാളിഫിക്കേഷൻ തന്നെ വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ സെലക്റ്റീവായിട്ട് എക്സാംസ് എഴുതാണ്ട് നമുക്ക് എന്തൊക്കെ എക്സാംസിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എല്ലാം എഴുതണം. വാക്കൻസി ഒന്നും ഒരിക്കലും നോക്കാൻ പാടില്ല. അതിനൊരു മെയിൻ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ ആ വാക്കൻസി നോക്കിയിരുന്നിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും ഈ ഒരു ജോലി കിട്ടൂലായിരുന്നു. പക്ഷേ നമ്മൾ വാക്കൻസി ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണാത്ത കുട്ടികളും കാണും. പക്ഷെ നമ്മളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യാനുള്ളത്. നമുക്ക് വേണം എന്ന് വെച്ചാൽ നമുക്ക് ആരും ഒന്ന് സ്പൂൺ ഫീഡ് ചെയ്യണ കാലമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ആരും ഒന്നും തരത്തില്ല. നമ്മൾ വേണമെങ്കിൽ നമ്മൾ തന്നെ ഏൺ ചെയ്യണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എൻ്റെ ആ ഒരു ലൈഫിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്ക് ആരും ഒന്നും കൊണ്ട് തന്നിട്ടില്ല ഇതുവരെ. എനിക്ക് വേണ്ടത് ഞാൻ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആരും എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയിരിക്കരുത്. പക്ഷേ എനിക്ക് എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്നതിൽ മെയിൻ പങ്ക് എൻ്റെ അമ്മ മാത്രമാണ്. കാരണം അമ്മ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആൾക്കാർ വേണമെന്നില്ല. അപ്പോൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേണമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലി നമുക്ക് വേണം, നമുക്കത് നേടിയെടുത്തേ പറ്റുള്ളൂ. നമുക്ക് സ്വയം ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു ജോലി എത്താൻ വേണ്ടി നമ്മൾ ഏത് മാർഗവും സ്വീകരിച്ച് നമുക്ക് ഇല്ലാത്ത ടൈം നമ്മൾ ഉണ്ടാക്കി തന്നെ ഇരുന്നതിനെ പഠിച്ച് നമ്മൾ അത് നേടുക തന്നെ ചെയ്യും. അപ്പം എല്ലാ എക്സാംസും മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് ആരും കളയരുത്. എല്ലാ എക്സാംസും എഴുതാൻ ശ്രമിക്കുക. താങ്ക് യു.